വെടിനിർത്തൽ ധാരണയിൽ അമേരിക്കയ്ക്ക് പങ്കില്ല എന്ന് കേന്ദ്ര സർക്കാർ വാദിക്കുന്നതിനിടെ ധാരണയിലെത്തിയതിന് ഇരു രാഷ്ട്രങ്ങളെയും അഭിനന്ദിച്ച് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്. അമേരിക്കയ്ക്ക് പങ്കില്ലെങ്കിൽ എങ്ങനെയാണ് വെടിനിർത്തൽ തീരുമാനമായി എന്ന ഔദ്യോഗിക പ്രഖ്യാപനം ട്രംപ് നടത്തിയത് എന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു. പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ അനുനയ ചർച്ചകൾക്കും മറ്റുമായി ആരും ഇന്ത്യയിലേക്ക് വരേണ്ടതില്ല എന്ന നിലപാടാണ് രാജ്യം സ്വീകരിച്ചിരുന്നത്. ഭീകരർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നും സ്വതന്ത്രമായി പ്രവർത്തിക്കുമെന്ന സന്ദേശവും ചർച്ചകൾക്ക് ശ്രമിച്ച എല്ലാ രാജ്യങ്ങൾക്കും നൽകിയിരുന്നു. എന്നാൽ വെടിനിർത്തൽ തീരുമാനം കേന്ദ്രം ഔദ്യോഗികമായി അറിയിക്കുന്നതിന് മുന്നേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതാണ് സംശയങ്ങൾക്ക് ഇടയാക്കിയത്. കശ്മീർ പ്രശ്നപരിഹാരത്തിന് മൂന്നാം കക്ഷി ഇടപെട്ടോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം വേണമെന്നാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യം. സിംല കരാർ ലംഘിക്കപ്പെട്ടോ എന്നുള്ള ചോദ്യം ഈ അന്തരീക്ഷത്തിൽ ഉയരുന്നുണ്ട്. കശ്മീരിന് വേണ്ടി ഇന്ത്യയും പാകിസ്ഥാനും തർക്കമുണ്ടായാൽ അവിടെ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഉണ്ടാകില്ല എന്നുള്ള സിംല കരാർ ലംഘിച്ചോ? ഡൊണാൾഡ് ട്രംപ് എല്ലാ ദിവസവും പ്രസ്താവന ഇറക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹമാണ് ഈ പ്രശ്നത്തിൽ ഇടപെട്ടത്. സർക്കാരിന്റെ ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ട്. നമ്മുടെ വിദേശ നയത്തിൽ ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ എങ്ങനെയാണ്? എന്തെങ്കിലും പാഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ? ആവശ്യമുണ്ട്. അതിന് അടിയന്തരമായിട്ടും ഇന്ത്യൻ പാർലമെന്റ് വിളിച്ചു കൂട്ടണം എന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിഷയത്തിൽ അമേരിക്കയ്ക്ക് പങ്കില്ലെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ കേന്ദ്ര നിലപാടിനെ തള്ളുന്നതാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം. സമാധാന പാത തെരഞ്ഞെടുക്കുന്നതിൽ പ്രധാനമന്ത്രിമാരായ നരേന്ദ്രമോദിയെയും ഷഹബാസ് ഷെരീഫിനെയും അഭിനന്ദിക്കുന്നുവെന്നും പൂർണ്ണ വെടിനിർത്തൽ നിലനിർത്താനും നേരിട്ടുള്ള ആശയവിനിമയത്തിൽ ഏർപ്പെടാനും പ്രസിഡന്റ് ട്രംപ് ഇരു രാജ്യങ്ങളോടും അഭ്യർത്ഥിക്കുന്നത് തുടരുമെന്നും അമേരിക്ക പ്രസ്താവനയിലൂടെ അറിയിച്ചു. 24 ഡൽഹി.